ക്ഷേത്രത്തിൽ വളർത്തുനായുമായി എത്തി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അത് പിന്തിരിപ്പിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റുക. ഇതൊക്കെ സംഭവിച്ചത് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിലാണ്. പത്തനാപുരം പിടവൂർ, അവിടെ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. ദേവൻ എന്ന സജീവ്, അയാളാണ് ക്ഷേത്രവളപ്പിലെത്തി ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തിങ്കളാഴ്ച രാത്രി ഏതാണ്ട് 12 മണിയോട് കൂടിയായിരുന്നു സംഭവം. ഈ അന്നദാനം നടത്തുന്ന അതിൻ്റെ പാചകപ്പുരയിലേക്ക് നായയുമായി, തൻ്റെ വളർത്തുനായയുമായാണ് ഇയാൾ എത്തിയത്. അങ്ങനെ അവിടെ ആകെ അങ്കലാപ്പായി. ഈ ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ സ്ഥലത്തെത്തുകയാണ്. പത്തനാപുരം പോലീസ് അതിലിടപെട്ട് ഇയാളെ പറഞ്ഞയച്ചു. പക്ഷേ പോലീസ് പോയതിന് പിന്നാലെ ഇയാൾ വീണ്ടും ആ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. സജീവൻ, അയാൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശിവാനന്ദൻ എന്ന ആളുടെ വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തു. തീർന്നില്ല അരിശം, പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിനെ വീണ്ടും വിളിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ. ഉടൻ തന്നെ പോലീസ് വാഹനം തിരിച്ചെത്തി. ഈ പോലീസ് വാഹനം ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയതും ഈ സജീവൻ, ഇയാളൊരു ജീപ്പിലാണ് വന്നത്. അയാൾ ഉപയോഗിച്ച ജീപ്പ്, അയാൾ ഓടിച്ചിരുന്ന ആ ജീപ്പ് കൊണ്ട് പോലീസ് വാഹനത്തെ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അത് ഒരു വട്ടം മാത്രമല്ല, 2-3 വട്ടം അയാൾ പോലീസ് ജീപ്പ് ഇടിച്ചു മറിക്കാൻ ശ്രമം നടത്തി. കാണാം. ആ പോലീസുകാർ ജീപ്പിലുണ്ടായിരുന്നു. ആ ജീപ്പിൽ നിന്ന് ആ പോലീസുകാർ ഇറങ്ങി ഓടിയതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്താണെങ്കിലും ഈ വലിയ ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് വാഹനം ഏതാണ്ട് തകർന്ന നിലയിലാണ്, ഒരു വശം മുഴുവൻ. പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് ആ ഇടിയുടെ ആഘാതത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അനീഷ് പറയും അന്ന് സംഭവിച്ചത്. ഇവൻ മേളിൽ പാർക്ക് ചെയ്തിരുന്ന ദേവൻ എന്ന് പറയുന്ന അൽസേഷൻ നായുമായിട്ടുള്ള ഈ വാഹനം ഓടിച്ച് വന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിച്ച് തെറിപ്പിച്ച് നമ്മുടെ വാഹനം കറങ്ങി തിരിഞ്ഞു ഓഫായി നിൽക്കുന്ന സമയത്ത് വണ്ടി അമിത വേഗതയിൽ വീണ്ടും 2 പ്രാവശ്യം കൂടി ഇടിച്ച് വാഹനം മറിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയും ഇവൻ്റെ വണ്ടി പുറകോട്ട് പോയ സമയത്ത് നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി. അതിനുശേഷവും ഇവൻ കൊലവിളിയുമായി വീണ്ടും ക്ഷേത്ര ഗ്രൗണ്ടിലൂടെ നമ്മുടെ ഇടയിലൂടെ വണ്ടി ഓടിച്ച് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ട് വാഹനം അമിത വേഗത്തിൽ ഓടിച്ച് പിടവൂർ ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയാണ്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, വണ്ടിയും പുള്ളിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ പറ്റി പോലീസ് പറയുമ്പോൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും പറയുന്നുണ്ട്. നേരത്തെയും പോലീസിനെ ആക്രമിച്ച ഒരു കേസുണ്ട് ഇയാൾക്കെതിരെ, സജീവനെതിരെ. പോലീസ് ഓഫീസർമാരെ പണ്ട് മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് മണ്ണ് പോലീസ് വാഹനത്തിലേക്ക് തട്ടി നാശനഷ്ടം ഉണ്ടാക്കി രക്ഷപ്പെട്ട വ്യക്തിയും പിന്നെ നമ്മുടെ KD ലിസ്റ്റിലുള്ള ആളുകൂടിയാണ് ഈ വ്യക്തി. അപ്പോൾ ഇയാൾ ആദ്യമായിട്ടല്ല പോലീസിന് നേരെ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രമാത്രം ധൈര്യം അയാൾക്ക് വന്നതും. അതും 3 തവണ പോലീസ് ജീപ്പൊക്കെ ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന അയാളുടെ ക്രിമിനൽ വാസന ആലോചിച്ച് നോക്കും. എന്താണെങ്കിലും ഫോറൻസിക് സംഘം എത്തി തെളിവൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. കണ്ടുനിന്ന ആളുകൾ ഫോണിൽ ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചു. ആ വീഡിയോകളൊക്കെ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ.
മുൻപും പോലീസിനെ ആക്രമിച്ചടക്കം അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള സജീവനായിട്ടുള്ള അന്വേഷണം ഊർജിതമാണ്. ക്ഷേത്ര പരിസരത്ത് ആദ്യം നായയെ കൊണ്ടുവന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അതിനുശേഷം പോലീസ് ജീപ്പ് ഇടിച്ച് പോലീസുകാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുക. സജീവനായി അന്വേഷണം തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.